ധർമ്മസ്ഥല ഈ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം വളരെ വിവാദമായിട്ടുള്ള എത്രയോ അധികം പേരുടെ കൊന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ട സ്ഥലം എന്നുള്ള ഖ്യാതിയിലേക്ക് ആ ഒരു സ്ഥലം മാറി. മഞ്ജുനാഥ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന പുരാണങ്ങളും ഐതിഹ്യങ്ങളും ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും എല്ലാം ഇന്ന് മറിച്ച് അതൊരു നിരവധി പേരുടെ കൂട്ട കുഴിമാടമെന്ന രീതിയിലേക്ക് അതിന്റെ ഖ്യാതി മാറിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായത് ഒരു ശുചീകരണ തൊഴിലാളിയാണ്. ഈ ശുചീകരണ തൊഴിലാളി വരുന്ന സമയം മുതൽ അയാൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ആരോപണ വിധേയമാക്കിയ നാൾ മുതൽ ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു അജണ്ടയുണ്ട് എന്ന് കൂടിയുള്ള സംശയങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇതൊരു ഹൈന്ദവ അല്ലെങ്കിൽ സനാതന ധർമ്മികൾ പോകുന്ന ഒരു ഇടമായതുകൊണ്ടായിരിക്കാം ഇതിനെ പൊലിപ്പിച്ചു കാണിക്കാൻ വേണ്ടി പലർക്കും വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും ഇത്തരത്തിൽ തന്നെയുള്ളതാണ്. ഈ ശുചീകരണ തൊഴിലാളി പറയുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ ശുദ്ധ കളവായിരുന്നു എന്ന്. മറ്റൊരാൾക്ക് വേണ്ടിയാണ് താൻ ഇതെല്ലാം പറഞ്ഞിരുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവർ തന്നേൽപ്പിച്ചിട്ടുള്ള തലയോട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ താൻ ഹാജരാക്കിയത് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക. ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അയാൾ തിരിച്ചു പറയുകയാണ് ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, ഇതിന് പിന്നിൽ മറ്റു ചിലരുണ്ട്, ഞാൻ അവരുടെ ബിനാമിയായിരുന്നു എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.